അനിശ്ചിതകാല റിലേ നിരാഹാരം ആരംഭിച്ചിരിക്കുകയാണ്. അതിന് രണ്ടുപേരും നമ്മുടെ ഇടയിൽ നിന്ന് വളരെ ഇനിഷ്യേറ്റീവ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഈ ചടങ്ങിന് എത്തിച്ചേർന്ന് ഈ നിരാഹാരം ഉദ്ഘാടനം ചെയ്ത ഉഷ മാഡത്തെ ഞാൻ രണ്ടു വാക്ക് സംസാരിക്കുന്നത്. ഇന്നിവിടെ നമ്മള് 8ാം ദിവസത്തിലേക്ക് സത്യാഗ്രഹം ഇരിക്കാൻ തീരുമാനിച്ചത് മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്ന് ഒരു ചർച്ചയ്ക്കും വിളിക്കാൻ ഇതുവരെ അവര് തയ്യാറായിട്ടില്ല. അവർ ഈ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് ശ്രമിക്കുന്നത്. അവര് നേരിട്ട് വന്ന് നമ്മളെ ചർച്ച വിളിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ന്യായമായ ലഭിക്കേണ്ട വേതനവും അവകാശങ്ങളും കിട്ടത്തക്ക ഒരു ഫോർമുലയിൽ എത്തിയാൽ മാത്രമേ നമ്മൾ ഈ സ്ട്രൈക്കും ഈ നിരാഹാരവും റിലേ നിരാഹാരം പിൻവലിക്കുള്ളൂ. അവര് ഉടനെ തന്നെ മാനേജ്മെന്റ് ആവട്ടെ, നഴ്സുമാർക്കാവട്ടെ, രോഗികൾക്കാവട്ടെ, എല്ലാവരുടെയും താല്പര്യം മനസ്സിലുണ്ടെങ്കിൽ അവര് ഉടനെ തന്നെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുമായിരുന്നു. ഇത്രയും താമസിച്ചാൽ അതിന്റെ അർത്ഥം മാനേജ്മെന്റിന് വേറെ ആരുടെയും താല്പര്യം അവരുടെ മനസ്സിലില്ല. അവര് ഒന്നും ഓർക്കണം, ഇന്ന് ഇവിടെ ഇനി കേരളം ഒട്ടാകെ തന്നെ നമ്മള് നഴ്സസിന് ആഹ്വാനം കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്രശ്നം തീർന്നില്ലെങ്കിൽ ഈ സംസ്ഥാനം തന്നെ സ്തംഭിക്കുന്ന രീതിയിൽ നമ്മള് നഴ്സസിനെ ഓർഗനൈസ് ചെയ്തിരിക്കും. അവരുടനെ തന്നെ നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ നിരാഹാരം ഉദ്ഘാടനം ചെയ്യുന്നു. ഇവിടെ ഇന്ന് തുടങ്ങിയ അജോയും അഞ്ജുനും നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ അഭിനന്ദനം. നമ്മുടെ ഈ നിരാഹാര സമരത്തിന് ആശംസ അർപ്പിക്കാൻ വിൻസെന്റ് മനോജ് സാറിനെ ക്ഷണിച്ചോളൂ. ഞാൻ കഴിഞ്ഞ ദിവസം വന്നതിനേക്കാളും സ്പിരിറ്റായിട്ടാണ് രണ്ടുപേരെ നിങ്ങൾ പട്ടിണിക്ക് ഇരുത്താനുള്ള വളരെ ഉഷാറായിട്ടാണ് വന്നേക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് ഇതുപോലെയാണ് അവരെ നമ്മൾ എടുത്ത് വളരെ കളഞ്ഞത്. അതുപോലെ നേഴ്സുമാർക്ക് ന്യായമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകാത്ത പ്രൈവറ്റ് മാനേജ്മെന്റിനെ ബ്രിട്ടീഷുകാരെ പറഞ്ഞു വിട്ടതുപോലെ നമുക്ക് പറഞ്ഞു വിടേണ്ടി വരും. ഇത് കോലഞ്ചേരിയിൽ ലിമിറ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇത് ദേശീയ തലത്തിൽ ഉള്ളൊരു പ്രശ്നമാണ്. ഇത് ഓരോ സ്ഥലങ്ങളിൽ നിന്നൊരു മൂവ്മെന്റ് വരണു. നിങ്ങളോട് തന്നെ പലരും പറഞ്ഞിട്ടായിരിക്കും, ഇതിന് വേറെ പണിയൊന്നുമില്ല, പിള്ളേരെ വല്ലയിടത്ത് വീട്ടിലിരിക്കാൻ പാടില്ല. ഞാൻ ചോദിക്കുന്നത്, അനീതിക്കെതിരായിട്ടുള്ള സമരം എവിടെയെങ്കിലും തുടങ്ങണ്ടേ? ദിസ് ഈസ് വേറെ നിങ്ങളെ നിരാഹാര സത്യാഗ്രഹം തുടങ്ങുന്നു. അടുത്ത സ്റ്റെപ്പിന് ഇപ്പൊ മുഴുവൻ നിരാഹാരത്തിലേക്ക് മാറേണ്ടി വരും. ഇതിന്റെ ഇടയ്ക്ക് പ്രശ്നങ്ങളുണ്ടായി എന്ന് വരാം. ഇതെല്ലാം മറികടന്ന് നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്താതിരിക്കാൻ നിവൃത്തിയില്ല. ഒരു പ്രവാസി മലയാളി എന്നുള്ള രീതിയിലും പിയാനോ എന്ന നേഴ്സിംഗ് സംഘടനയുടെ ഒരു വക്താവ് എന്നുള്ള രീതിയിലും നിങ്ങൾക്ക് ഉള്ള എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ സമയത്ത്. അതുപോലെ സമരത്തിൽ ഇന്ന് ആദ്യം ഇത് ഏറ്റെടുക്കുന്ന അജോയ് ആൻഡ് അഞ്ജുല, നിങ്ങൾക്ക് ലീഡർഷിപ്പ് തരണ ഇവരെ നിങ്ങൾ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യണം. മുമ്പോട്ടുള്ള ആൾക്കാർ മുമ്പോട്ട് കടന്നു പറഞ്ഞ ഈ കാര്യങ്ങളെ കുറിച്ച് വി ഹാവ് ടു മേക്ക് ഇറ്റ് ഹാപ്പൻ. ദർ ഇസ് നോ അതർ വേ. ഇതൊരു നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതാണ് അതിന്റെ പ്രശ്നം. ദാറ്റ്സ് വെയർ ഇറ്റ് ഈസ്.
നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്നും സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു അസോസിയേഷനാണ് പേരൻസ് അസോസിയേഷൻ. അതിന്റെ ഇന്നത്തെ ജില്ലാ കോർഡിനേറ്റർ നമ്മുടെ ഈ സമരത്തിന് ആശംസ അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിന്റെ ജില്ലാ കോർഡിനേറ്റർ മോഹൻകുമാർ സാറിന് ഞാൻ 2 വാക്ക് സംസാരിക്കാൻ ശ്രമിക്കുന്നു. നമ്മളുടെ സമരം 8ാം ദിവസത്തിലേക്ക് കഴിഞ്ഞ 28ാം തീയതി നമ്മൾ ആരംഭിച്ചു. ഒരു ആഴ്ച പിന്നിടുമ്പോൾ നമ്മൾ അടുത്ത ഒരു സമരമുഖം, അടുത്ത ഒരു സമര രീതിയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. തീർച്ചയായും നമ്മൾ കഴിഞ്ഞ ആഴ്ച സമരം തുടങ്ങുമ്പോൾ ഒറ്റയടിക്ക് മാനേജ്മെന്റ് നമ്മളുടെ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കുമെന്നൊന്നും നമ്മൾ കരുതിയില്ല. പക്ഷേ ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടിട്ടും നമ്മളുടെ ആവശ്യങ്ങളോട് ഒരു മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് കോലഞ്ചേരിയിലെ ആശുപത്രിയുടെ മാനേജ്മെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം തികച്ചും ന്യായമായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ സമരം ചെയ്യുന്നത്. മാനേജ്മെന്റ് കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും ഈ സ്ഥാപനം നടത്തുന്നതിൽ നിന്ന് അവർ ലാഭമുണ്ടാക്കിക്കൊണ്ടിരിക്കും. ആ ലാഭമുണ്ടാക്കുന്നതിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നത് ഇവിടുത്തെ നഴ്സുമാരുടെ അധ്വാനമാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. അവർക്ക് ന്യായമായ ശമ്പളം കൊടുക്കില്ല, ബാക്കി ആൾക്കാർക്കൊക്കെ ശമ്പളം കൊടുക്കും എന്നുള്ളൊരു സമീപനം കേരളത്തിൽ പൊതുവെ ക്ഷമയുടെയൊക്കെ ഡൽഹിയിൽ നടക്കുന്ന ആ സമരം തുടങ്ങി ഇങ്ങോട്ട് ഇന്ത്യയിലുടനീളം നടക്കുന്ന ആ സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ്. തീർച്ചയായിട്ടും കേരളത്തിൽ ഈ രീതിയിലുള്ള ഒരു സമരം നടക്കുമ്പോൾ ആ സമരത്തിൽ ഇന്ന് ഈ വിഷയം ഒരു സാമൂഹ്യ വിഷയമായി മാറിയിട്ടുണ്ട്. ഇന്ന് പല സംഘടനകളും സമരം ഏറ്റെടുക്കാമെന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എന്തായാലും നഴ്സുമാരിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത് ഒരു വലിയ ചൂഷണമാണ്, കൊടിയ ചൂഷണമാണ്. ഈ ചൂഷണത്തിനെതിരെയുള്ള ഒരു ഉണർന്നെഴുന്നേൽപ്പാണ് നമ്മളുടെ സമരം. തീർച്ചയായും നാം ഇപ്പം സമരം പൊതുവെ നടക്കുമ്പോഴത്തേക്ക് സമരം മാനേജ്മെന്റ് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അക്രമ മാർഗങ്ങളിലേക്കാണ് പൊതുവെ സമരങ്ങളുടെ രീതികൾ. അങ്ങനെയാണ് ആൾക്കാരുടെ ശ്രദ്ധയുണ്ടാക്കുവാൻ. മറിച്ച് നമ്മൾ തികച്ചും ഗാന്ധിയൻ സമീപനം സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു സമരമാണ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. കാരണം ഒരാഴ്ച പിന്നിടുമ്പോൾ നമ്മൾ അക്രമ മാർഗങ്ങളിലേക്കല്ല, മറിച്ച് തികച്ചും ന്യായമായ നിരാഹാര സമരത്തിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ സത്യസന്ധമായി അക്രമം നടത്തുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലപ്പോൾ അന്യായങ്ങളുണ്ടാവാം. തികച്ചും ന്യായമായ ഒരു കാര്യമാണ് നമ്മൾ ഉന്നയിച്ചുകൊണ്ട് സമരം നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഈ സമരത്തെ സമൂഹം അംഗീകരിച്ചേ മതിയാവും. ഈ സമരത്തിന് അന്തിമമായി വിജയമുണ്ടായേ മതിയാവും. തീർച്ചയായും നമ്മളുടെ ഐക്യമാണ്, നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ളതാണ് പൊതുസമൂഹം നമ്മളെ പിന്തുണയ്ക്കാൻ ഇട നൽകുന്നത്. അതുകൊണ്ട് ഈ സമരം പൂർവാധികം മെച്ചപ്പെട്ട രീതിയിൽ കൂടുതൽ ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകണം. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാ അവകാശങ്ങളും ന്യായമായ ഒത്തിരി കാര്യങ്ങൾ. ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നഴ്സുമാരുടെ സമരം നിരോധിക്കണം, യസ്മ പ്രയോഗിക്കണമെന്നൊക്കെ പറഞ്ഞ് കോടതിയിൽ കേസ് നിലനിൽക്കുന്ന ഒരു സാഹചര്യവും കൂടെയുണ്ട്. അപ്പം ഒരു കാര്യം മനസ്സിലാവും, ഒരു രോഗിയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് രോഗിക്ക് ചികിത്സ കിട്ടണമെന്ന് പറയുന്നത് ന്യായമായിട്ടുള്ള കാര്യം. പക്ഷേ സമരം ചെയ്യുന്ന നഴ്സുമാര് അവരുടെ സമരം നിരോധിക്കുന്ന രീതിയിൽ യസ്മ പ്രയോഗിച്ചുകൊണ്ട് ആ സമരത്തെ അടിച്ചമർത്തണമെന്ന് പറയുന്നത് മറ്റെന്താ? നമ്മള് വല്ല ഭീകരവാദികളാണോ? രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരാണോ? അല്ല. തീർച്ചയായും ഇതിന്റെയൊക്കെ പിന്നില് ചില നിക്ഷിപ്ത താല്പര്യക്കാര്, ആശുപത്രി മാനേജ്മെന്റ്, മറ്റുള്ള ശക്തികൾ, ഇവരുടെയൊക്കെ നിർബന്ധ പ്രകാരമാണ് ഈ രീതിയിലുള്ള കേസുകൾ വന്നിരിക്കുന്നത്. തീർച്ചയായും ഇതുപോലുള്ള വിഷയങ്ങൾ ന്യായം സ്ഥാപിച്ചെടുക്കണമെങ്കിൽ നമ്മളുടെ ഐക്യത്തിനെ കഴിയൂ. തീർച്ചയായും നമ്മൾ ഒറ്റക്കെട്ടായി നിലനിൽക്കുമ്പോൾ പൊതുസമൂഹം നമ്മളെ പിന്തുണയ്ക്കും. ആ ഐക്യത്തിൽ രക്ഷിതാക്കളുടെ പിന്തുണ എല്ലാ മേഖലയിലും ഇവിടെ അറിയാം. തുടങ്ങിയ ദിവസം മുതൽ, അതിന് മാത്രമല്ല, നമ്മൾ സമരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ രക്ഷിതാക്കളുടെ കൺവെൻഷൻ വിളിച്ചു ചേർത്തിട്ടാണ് സമരത്തിലേക്ക് പോയത്. തീർച്ചയായും
എല്ലാവിധത്തിലുള്ള പിന്തുണയുണ്ടാവും. അന്തിമമായ വിജയം നമുക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നിരാഹാര സമരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഇതിന്റെ സമര ഭടന്മാർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഇതുപോലെ ഇവിടെ ആശംസകൾ അർപ്പിക്കാൻ എത്തിച്ചേർന്ന ഉഷ മാഡത്തിനും വിൻസെന്റ് സാറിനും മോഹൻ കുമാർ സാറിനും നമ്മുടെയും NWയുടെ പേരിലും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു.